Greetings in the name of the Lord Jesus Christ. I greet you all in the matchless name of the Lord Jesus Christ. I thank the Lord for the blessing of testimonies today. I'm very thankful for God's deliverance amongst us. For giving us freedom to worship Him today. There are people who couldn't come to worship for a while now. പല സന്ദർഭങ്ങളിലായി എന്നോട് ഓർപ്പിക്കുവാനിടയായി എനിക്ക് ആരാധിപ്പാനൊരു ദിവസം സ്വാതന്ത്ര്യം ഉണ്ടാകും. ഈ വർഷത്തിന്റെ ആരംഭ സമയങ്ങൾ പല സന്ദർഭങ്ങളിൽ എന്നോട് ഓർപ്പിച്ച ഒരു വിഷയമാണ്. എന്നാൽ അപ്പോഴൊക്കെ ദൈവം ഒരു പ്രകാശനം ആ വിഷയത്തിന്മേൽ തന്നു. എന്നാൽ അത് വേണ്ട നിലയിൽ അതിന്റെ പൂർത്തീകരണം ആ മാസങ്ങളിൽ കണ്ടില്ലായിരുന്നു. എന്നാൽ ദൈവം തന്ന ആലോചന നിവർത്തിച്ചതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ആ ദൈവീക സന്നിധിയോട് അടുക്കുമ്പോൾ ഏത് രീതിയിലും അത് ഡിലേ ചെയ്യുവാൻ നോക്കുന്ന ഒരു പവർ എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. We should understand that the enemy tries to work against us when we become closer to God. എന്നാൽ നമ്മൾ ദൈവത്തോട് അടുക്കുന്നു, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നു, ദൈവത്തിൽ നിന്ന് മാറുന്നില്ലെന്ന് കാണുമ്പോൾ, when we don't move away from God and when we continually grow closer to Him, സാത്താൻ പിന്നെ അവിടെ നിൽക്കുകയില്ല. Satan can't stand. മനസ്സിലായി. ദൈവത്തോട് നമ്മൾ അടുത്ത് കഴിഞ്ഞു, when we come close to Christ, ദൈവത്തിൽ നിന്ന് നമ്മൾ മാറുകയില്ല. when we don't go away from Him, എന്താ ആ സ്നേഹത്തിൽ നിന്ന് വേർതിരിയില്ലെന്ന് സാത്താൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, when Satan understands that you're steadfast in the love of Christ, സാത്താൻ പിന്നെ ആ ആളിനെ വിട്ടിട്ട് വേറെ ആളിനെ പറയും. Satan will go after someone else. അതിനെ ജയിച്ച് വരുന്നത് വരെ സാത്താൻ നമ്മോട് പോരാടിക്കൊണ്ടിരിക്കും. Satan will fight us until we succeed. എന്നാൽ അതിന്റെ മേലൊക്കെ പൂർണ്ണ ജയം തരുന്ന കർത്താവ്. But there is Christ who gives us victory in all of that. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ഒരു സാധ്യതയില്ലാത്തടത്ത് ദൈവം കൊടുത്ത പെർമിഷനായി ഞാൻ കർത്താവിന് വന്ദനം. There seems to be no freedom. ദൈവം ആരംഭകാലങ്ങളിൽ അനേകർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത കാലങ്ങൾ സഭാചരിത്രത്തിൽ ഉണ്ടായിരുന്നു. In church history we see times when there was no freedom for worship. എന്നാൽ അവിടെയൊക്കെ അവരുടെ പ്രാർത്ഥന പിന്നത്തേതിൽ ഒരു വിടുതലായി മാറി. But we see God's work and their prayers and how that turned into a deliverance. ചില രോഗസൗഖ്യങ്ങളുടെ വിടുതലിനെ കേൾക്കുവാൻ ഇടയായി. And I thank the Lord for deliverances from sickness. കർത്താവ് കൊടുത്ത വിടുതലിനായി ഞാൻ മഹത്വം കരയുന്നു. And I thank the Lord for the deliverances that we have. നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള വിടുതൽ ദൈവം തരാൻ വിശ്വസ്തനാണ്. God is able to do abundantly far more than to be think. അത് നമുക്ക് മാനുഷ്യമായി ചിന്തയ്ക്ക് അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. It is greater than our human intention and human imagination. അങ്ങനെ അനുഭവിച്ച ചിലരൊക്കെ ഇതിന്റെ നടുവിലുള്ളതാണ് എന്റെ വിശ്വാസം. And I'm sure there are few of us who has experienced that in our lives. തീരാത്ത കഠിന വേദനയിലൂടെ പോയപ്പോൾ പെട്ടെന്ന് വിടുതൽ തന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. We have experienced sudden deliverances when we went through an unimaginable pain. ദൈവത്തിന്റെ മഹാകരുണയാണ്. And that's His great mercy to us. അത് ദൈവത്തിന്റെ കൃപയാണ്. And that's His grace to us. ദൈവത്തിന്റെ കരുണയുമുണ്ട്, കൃപയുമുണ്ട്. God's a gracious and a merciful God. എപ്പോഴാണ് അത് ദൈവം പൊഴിക്കുന്നത് നമുക്ക് അറിയില്ല. And you don't know when He shows mercy. എന്നാൽ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ആലോചനകളെ ദൈവം നിറവേറ്റാൻ ശക്തനാണ്. But God is someone who speaks to us at all times. ഇന്ന് പകൽ കർത്താവിന്റെ സാന്നിധ്യത്തിനായി ഞാൻ മഹത്വം കരയുന്നു. And I thank the Lord for His presence with us. എന്റെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച ഒരു ആലോചന, I like to something that the Holy Spirit gave me. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം, the 2nd chapter of book of Ruth. അതിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ ദൈവത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. Sorry, the 1st chapter verse 22 of Ruth. അങ്ങനെ നവോമി മോവാബ് ദേശത്തു നിന്ന് മൂടിപ്പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ് സ്ത്രീയുമായി മടങ്ങി വന്നു. അവർ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ ബേത്ലെഹേമിലെത്തി. ബേത്ലെഹേമിലെത്തി. Arrived in Bethlehem as the barley harvest was beginning. രൂത്തിന്റെ പുസ്തകം സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ്. The book of Ruth is known as the women's book. തിരുവഴുത്തിൽ സ്ത്രീകളുടെ പേരിൽ പറയുന്ന പ്രധാനമായി 3 പുസ്തകങ്ങളുണ്ട്.
There are roughly about 3 books that's written about women. 66 പുസ്തകങ്ങളിൽ 3 പുസ്തകങ്ങൾ സ്ത്രീകളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. It's known by a woman's name. Out of 66 books, 3 books are known. ഒരു പുസ്തകം രൂത്തിന്റെ പുസ്തകമാണ്. One of them is Ruth. നമ്മള് 66 പുസ്തകങ്ങളിൽ ആരംഭ പുസ്തകം രൂത്തിന്റെ പുസ്തകം സ്ത്രീയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. And Ruth starts off with a female name. രണ്ടാമത്തെ പുസ്തകം എസ്തേറിന്റെ പുസ്തകമാണ്. Second is Esther. മൂന്നാമത്തെ പുസ്തകം ഉത്തമഗീതമാണ്. And thirdly is Song of Songs. അപ്പൊ ഈ 3 പുസ്തകങ്ങളും അറിയപ്പെടുന്നത് സ്ത്രീയുടെ പേരിലാണ്. And all 3 books are known after a female. ഈ സ്തോത്രം പുസ്തകത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നു. We can see the important characters that play a role in this book. രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് In the book of Ruth, മോവാബ് സ്ത്രീയായ Ruth being a Moabite woman, ഒരു ജാതീയ മനുഷ്യനായ അല്ലെങ്കിൽ ഒരു യഹൂദനെ വിവാഹം ചെയ്യുന്ന ചരിത്രമാണ് രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നത്. we see the incident of a Moabite woman marrying a Jewish man. എന്ന് പറഞ്ഞാൽ ജാതീയ സ്ത്രീയായ രൂത്ത് ഒരു യഹൂദ മനുഷ്യനെ വിവാഹം ചെയ്യുന്നതാണ് രൂത്തിന്റെ പുസ്തകത്തിലെ രത്നചുരുക്കം. In other words, to say it briefly, a Gentile woman is marrying a Jewish man. എന്നാൽ എസ്തേറിന്റെ പുസ്തകത്തിൽ നേരെ തിരിച്ചാണ്. But however, in Esther is a completely different story. എത്ര പേര് എസ്തേറിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്? How many of you have read the book of Esther? എസ്തേറിന്റെ പുസ്തകത്തിൽ നേരെ തിരിച്ചാണ്. In the book of Esther is quite different. യഹൂദ സ്ത്രീയായിരുന്നു എസ്തേർ. Esther was a Jewish lady. യഹൂദ സ്ത്രീയായ എസ്തേർ അഹശ്വേരോശിനെ വിവാഹം ചെയ്യുന്ന ഒരു ഭാഗമാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുന്നത്. And she marries King Xerxes. എന്നാൽ ഉത്തമഗീതത്തിൽ ഇത് രണ്ടുമല്ല. But in Song of Songs, it's not like any of that. ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നത്, when we read Song of Songs, ഉത്തമഗീതത്തിൽ ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നാണ് എഴുതുന്നത്. It's written in a Jewish and Hebrew background. അത് രണ്ടുപേരും ഒരു യഹൂദ പശ്ചാത്തലത്തിലുള്ളവരാണ്. Both of them are from a Jewish background. ചുരുക്കി പറഞ്ഞാൽ രൂത്തിന്റെ പുസ്തകവും എസ്തേറിന്റെ പുസ്തകവും ഉത്തമഗീത പുസ്തകങ്ങളും, when we look at these 3 books, ഇവരൊക്കെ പ്രിവിലേജ് പദവിയിലേക്ക് വരാൻ ധാരാളം കടമ്പകളും കഷ്ടങ്ങളും പാടുകളും അനുഭവിക്കേണ്ടി വന്നു. It's a book about how they had to go through different trials and temptations and struggles. വചനം ഗ്രഹിക്കുന്നവരുണ്ട്. How many of you understand the word of God? എസ്തേർ ആണെങ്കിലും രൂത്ത് ആണെങ്കിലും ശൂന്യകാരത്തി ആണെങ്കിലും അനേക കഷ്ടങ്ങളിലൂടെയും ശോധനകളിലൂടെയാണ് ആ പദവിയിലേക്ക് അവർ കടന്നു വന്നത്. These 3 main characters in these 3 books had went through various struggles and trials. എന്നാൽ ആ പദവികളിൽ കടന്നു വരുമ്പോൾ ആ കഷ്ടങ്ങളുടെ നടുവിലൊക്കെ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. But through the midst of these struggles, we see that God was with them. ഇന്ന് പറയുന്നത് എന്താ നമ്മളെ വിളിച്ചറിയിക്കുന്നത്? And what does it show us? ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സഭയാകുന്ന നമ്മളും ചില ശോധനകളിലൂടെയാണ് ചില അനുഭവങ്ങളിലേക്ക് വരാൻ പോകുന്നത്. We as a church of Christ, we will also have some troubles. ആമേൻ പറയാൻ കഴിയും. അത് ദൈവവചനത്തിൽ നമുക്ക് കാണുന്നത് അനേക കഷ്ടങ്ങളും നാം പാടിയതുപോലെ ഭാരങ്ങളുടെ നടുവിൽ നമ്മെ കൈവിടാതെ നമ്മെ അടുത്ത കടമ്പിലേക്ക് കടത്തുന്ന ഒരു ദൈവമാണ്. As we sang today, as we go through these troubles, God is always amongst us. അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിൽ പരിശോധനകളും ഭാരങ്ങളും നമ്മെ പുറകോട്ട് പോവുകയല്ല, കടമ്പുകൾ നമ്മൾ കടക്കും. Troubles and trials are not to bring us back, but it's to help us mature. അതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. And that's what we read in the Word of God. വചനത്തിൽ വിശ്വാസമുള്ള ഉറക്കെ സ്വന്തം ചെയ്യാം. എസ്തേർ അങ്ങനെ പല ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് അഹശ്വേരോശിന്റെ പ്രിവിലേജിലേക്ക് വരുന്നത്. It's after a few certain chapters that we see Esther entering the presence of King Xerxes. ദൈവം വാഗ്ദത്തം ചെയ്തത് എസ്തേറിന്റെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ചു. What God promised to Esther, God delivered. രൂത്തിന്റെ ജീവിതത്തിലും സ്തോത്രം അനേക അനുഭവങ്ങളിലൂടെയാണ് അവൾ ബോസിന്റെ ഭാര്യയായി തീരുന്നത്. Different circumstances, she ends up as the wife of Boaz. ഉത്തമഗീതത്തിലും സ്തോത്രം ശൂന്യകാരത്തി ദൈവത്തിന്റെ സഭയ്ക്ക് സാദൃശ്യമാണ്. In Song of Solomon, we see how it's allegorical to the church. അനേക അനുഭവങ്ങളിലൂടെയാണ് നല്ല പ്രിവിലേജ് പദവി വന്നത്. And she goes through all these different circumstances to come to that position. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ ചെറിയ ചെറിയ അനുഭവങ്ങൾ വരുമ്പോൾ ഒരു നല്ല അനുഭവം വരാൻ പോവാ. When we have some certain problems, it's going to come to a greater blessing. ധൈര്യത്തോട് പറഞ്ഞ ഈ ചെറിയ അനുഭവങ്ങളിൽ നമ്മൾ ചാടിക്കടക്കാൻ പോകും. We can say with faith that we will jump over അതിന് these വിശ്വാസമുള്ള ദൈവത്തെ സ്തുതിക്കാം. obstacles. ഇതാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. That is the Christian life. ആ പരിശോധനകളിൽ കൈവിടാത്ത ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. There is a Christ amongst us who won't let you go in midst of trials. ആ ശോധനകളിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. He's always amongst us in our trials. ഇവരൊക്കെ സാധാരണക്കാരല്ലായിരുന്നു. And these are not ordinary men and women. ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി. In their hearts there was God's work. പക്ഷെ ഓരോ അനുഭവങ്ങൾ വന്നപ്പോൾ
തെളിയാൻ തുടങ്ങി. And even in each circumstances, it's ഈ becoming more ദിവസങ്ങളിലെ clear. പ്രാർത്ഥനയിൽ ഓരോ പ്രാർത്ഥന സെക്ഷൻ കഴിയുമ്പോൾ ഓരോ ആത്മീയ അനുഭവത്തിൽ നമ്മൾ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. As each prayer goes by, we can see our progress and how we step up. ഓരോ പ്രാർത്ഥനയിൽ പുതിയ ദൂതുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. In each meeting, we see that God speaks to us. ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവത്തിൽ ഉറക്കുകയാണ്. And we are getting strengthened in Him. ഇടക്കിടക്ക് ചില വിടുതൽ സാക്ഷ്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. And sometimes we hear deliverances amongst us. വിടുതലിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ ആര് പിടിച്ചാൽ നിൽക്കുകയില്ല, വിടുതലേക്ക് വന്നുകൊണ്ടിരിക്കുക. According to God's time, whatever happens, the deliverance will come. വിടുതൽ അതിന്റെ സമയത്ത് ആരംഭം കുറിച്ച് കഴിയും. God knows when to put it, and God will always do it. എന്നാൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് പോവുകയാണ്. But you have to stick by Christ. ഇന്ന് പകൽ നമുക്ക് പറയാൻ കഴിയണം, നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. We can't go it alone. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? How many of you can say that? കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയും. We can't do anything നമ്മൾ apart from ദൈവത്തോട് Christ. ചേർന്ന് പോവുകയാണ്. We're always by His side. അതിന്റെ നടുവിൽ ദൈവം And പ്രവർത്തിക്കുന്നു. that's when He does His work. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് രൂത്ത് അവിടെ എത്തുന്നത്. And it's the time of barley harvest. രൂത്തിന്റെ പുസ്തകത്തിലെ നമ്മൾ നോക്കിയാൽ, When we look at the book of Ruth, ഒന്നാം അധ്യായത്തിൽ in chapter 1, അതിന്റെ ഹെഡിങ് വീപ്പിംഗ് ചാപ്റ്റർ, കരയുന്ന അധ്യായം എന്നാണ് പറയുന്നത്. it's known as the weeping chapter. അത് കരയിക്കുന്ന ഒരു അധ്യായമാണ്. It's a sorrowful chapter. എന്നാൽ ആ കരച്ചിൽ അവിടെ നിൽക്കുന്നില്ല. But it doesn't stop there. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത്, When you come to chapter 2, രണ്ടാമത്തെ അധ്യായം നിങ്ങൾ മുഴുവൻ വായിച്ചാൽ when you read the whole chapter 2, അവിടെ എഴുതിയിരിക്കുന്ന വർക്കിംഗ് ചാപ്റ്റർ എന്നാണ്. it's a chapter that shows work. മൂന്നാം അധ്യായത്തിലേക്ക് വന്നാൽ And you come to the third chapter, അത് വെയിറ്റിംഗ് ചാപ്റ്റർ എന്നാണ് പറയുന്നത്. it's known as the waiting chapter. നാലാം അധ്യായത്തിലേക്ക് വന്നാൽ In the fourth chapter, വെഡിങ് ചാപ്റ്റർ എന്നാണ് പറയുന്നത്. it's the time of the wedding. അപ്പൊ നോക്കിക്കോണം, രൂത്തിന്റെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളാണ്. And there's 4 chapters in the book of Ruth. ഒന്നാം അധ്യായത്തിൽ വിപ്പിംഗ് ചാപ്റ്റർ എന്നാണ്. It's known as the weeping chapter, the first. രണ്ടാം അധ്യായത്തിൽ കരച്ചിൽ മാറി വർക്ക് നടക്കുക, വർക്കിംഗ് ചാപ്ter എന്നാണ്. Chapter 2, the circumstance changed to a work. മൂന്നാം അധ്യായത്തിൽ വർക്ക് ചെയ്തതിന്റെ പ്രതീക്ഷ കിട്ടാൻ വെയിറ്റിംഗ് ചാപ്റ്റർ കാത്തിരിക്കുക. നാലാം അധ്യായത്തിൽ അതിൻ്റെതായ വെഡിങ് ചാപ്റ്റർ ആണ് കാണുന്നത്. And it's the wedding chapter finally. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ അനുഭവങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും കൂടി കൂടി വരിക. And our spiritual life is increasing day by day. ഒന്നാം അധ്യായത്തിൽ ഒരു കരയിക്കുന്ന അധ്യായമാണ്. There's a tragic event in the chapter 1. ഒന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ, When you read the first verse of the first chapter, is quite sad. അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു ക്ഷാമത്തിലാണ്. It starts off in a famine. ആ ക്ഷാമത്തിൽ വന്ന് തുടങ്ങി ഒന്നാം അധ്യായം. It starts off in a famine. ആ ക്ഷാമത്തോടു കൂടിയാണ് അധ്യായം തുടങ്ങുന്നത്. Starts off with a famine. ആ ക്ഷാമത്തോടുകൂടെ തുടങ്ങി അവസാനിക്കുന്നത് ഒരു ഹാർവസ്റ്റിലാണ്. And it ends with a harvest. അതാണ് നമ്മൾ വായിച്ചത്. That's what we just read. യവക്കൊയ്ത്തിന്റെ ആരംഭത്തിങ്കൽ രൂത്ത് ബേത്ലെഹേമിലെത്തി. And Ruth came to Bethlehem at the time of the harvest. അപ്പൊ ഒന്നാം അധ്യായത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് കൊയ്ത്താണ്. ആരംഭം എന്ന് പറയുന്നത് ക്ഷാമമാണ്. At the beginning it's a famine. അപ്പൊ ഒരു ക്ഷാമം അവിടെ നിൽക്കുകയില്ല. ആ ക്ഷാമം താണ്ടി എവിടെത്തി? കൊയ്ത്തിലെത്തി. You can see after the famine there is that harvest. നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾ അവിടെ നിൽക്കുകയില്ല. അത് ഹാർവസ്റ്റിലേക്ക് കൊണ്ടുവരുമെന്നാണ്. God will always change the time to a harvest. അങ്ങനെ അനുഭവങ്ങൾക്ക് ദൈവത്തിന് മാറ്റാൻ കഴിയും. God has that ability. ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് രൂത്തിന്റെ ജീവിതം ക്ഷാമത്തിൽ നിന്ന് കൊയ്ത്തിലേക്ക് വന്നു. Ruth's life changes from a famine to a harvest. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിലുള്ള വിശ്വാസത്തെ അവിടെ അടുത്ത് വരുവാനിടയായി. It's because of her faith in Christ growing. ദൈവങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ചില വരൾച്ചകൾ വരാം. In our life we may have some trouble. ചില പ്രതികൂലങ്ങൾ വരാം. We may have some temptations. എന്നാൽ അല്പം കഴിയുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും. But after some period of time അതൊരു കൊയ്ത്തിലേക്ക് വരികയാണ്. it comes to a harvest. തുടക്കം ക്ഷാമമാണെങ്കിലും Starts off with a famine. ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശം ചിലരോട് ഒടുക്കം അത് ഒരു ഹാർവസ്റ്റ്. But towards the end it's a harvest. ചിലരോടൊക്കെ ആയി ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് പകൽ ചിലരോടൊക്കെ ദൈവം സംസാരിക്കുകയാണ്. God is speaking to us with this chapter. തുടക്കം പലതും അല്പം പ്രയാസമാണെങ്കിലും ഒടുക്കം നല്ലതാണ്. It's starting off maybe a bit harsh, but towards the end it's a harvest. തുടക്കത്തിൽ അല്പം പ്രയാസങ്ങളൊക്കെ വന്നാലും It may be a bit harsh and challenging. അവസാനം അതൊരു കൊയ്ത്തിലേക്ക് വരാൻ പോകും. But at the end it's a harvest. ഒരു ഹാർവസ്റ്റിലേക്ക് വരാൻ പോകും. ഈ 2019 ആരംഭ സമയങ്ങളിൽ അഭിമുഖീകരിച്ച പല പ്രശ്നങ്ങളും ഇല്ല. You don't have the same problems that we അങ്ങനെ faced. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇതിന്റെ ആരംഭ സമയത്തുണ്ടായിരുന്ന പലരുണ്ടായിരുന്നു. There was situations we had at the അന്ന് beginning. അഭിമുഖീകരിക്കുന്ന പല പ്രശ്നവും ഇന്ന് അവർക്ക് ഇല്ല. We don't have the same അതിനെല്ലാം problems. അവർ താണ്ടി വന്നവരാണ്.
We overcame that obstacle. ചില വിഷയത്തിൽ ചെയ്യണമെന്നറിയാവുന്ന വരൾച്ച പോലെ കറങ്ങിയ സമയങ്ങളിൽ ആത്മമാസങ്ങൾ ഉണ്ടായിരുന്നു. We know that in the earlier months we അങ്ങനെയുള്ളവർക്ക് ഇത് പകൽക്കാലം പറയാൻ കഴിയും, ഞങ്ങൾ ഒരു കൊയ്ത്തിലേക്ക് വന്നിരിക്കുകയാണ്. we came to our harvest. ദൈവം ഇന്ന് പകൽ നമ്മുടെ ദൈവമാണ്. And that God is with us. തുടക്കം പ്രയാസമാണെങ്കിലും ഒടുക്കം ഒരു അനുഗ്രഹത്തിലേക്ക് വരാൻ പോകുകയാണ്. The beginning could be harsh, but the end is a harvest. നമുക്കിവിടെ കാണാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്തോത്രം, തുടക്കം ചില ശോധനകളാണെങ്കിലും ഒടുക്കം ഒരു ദൈവപ്രവൃത്തിയാണ്. And we see the harvest at the end. 23-ാം സങ്കീർത്തനത്തിൽ അതാ പറയുന്നത്. That's what we hear a similar echo in Psalms 23. അതിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് സുപരിതമാണ്. We know the verse 4 very well. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. This is what it says. കൂരിരുൾ താഴ്വരെ കൂടെ നടന്നാലും Even though I walk through the valley of death, ഞാൻ അതിനകത്തും ഭയപ്പെടുകയില്ല. I fear no evil. അതിന്റെ മറ്റൊരു ആശയം ഇങ്ങനെയാണ്. As the meaning is this. കൂരിരുളിന്റെ നിഴലിലൂടെ ഞാൻ പോയാലും നീ എന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നതാണ്. God is always by our side, holding our hand, even though when we walk through the shadow of evil. വേറൊരു ആശയത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. In another translation it says, മരണനിഴലിൻ താഴ്വരയിൽ കൂടി പാഞ്ഞു നടന്നാലും ഞാൻ അപ്പുറത്ത് പോകുന്നു. in valley of death I will get through it. എനിക്ക് അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. I like that translation. ചില പ്രത്യേക സാഹചര്യങ്ങളുടെ വന്നാലും ഞാൻ പാഞ്ഞ് അപ്പുറത്ത് ചാടുമെന്ന്. Even though circumstances may be bleak, I will reach the other side. അപ്പൊ ഞാൻ പറയാൻ കാരണം ദൈവത്തിന്റെ സ്തോത്രം, ക്ഷാമത്തിൽ തുടങ്ങിയത് ഒരു ദൈവപ്രവൃത്തിയിലേക്ക് വരികയാണ്. What started off in a famine comes to the harvest. രുത്തിന്റെ പുസ്തകം ആരംഭ അധ്യായം തന്നെ ഒരു തീരുമാനങ്ങളുടെ പുസ്തകമാണ്. In the book of Ruth, it's even in the beginning, it's a book of decisions. ഒരു കുടുംബത്തിനകത്ത് ചിലരുടെ തീരുമാനങ്ങൾ കാണാൻ കഴിയും. You see the decisions the family members make. ഒന്നാമത് കുടുംബത്തിലെ കുടുംബനാഥന്റെ ഒരു തീരുമാനമാണ്. In the first chapter, you see the husband making a decision. എലീമേലെക്ക് എന്നാണ് കുടുംബനാഥന്റെ പേര്. His name is Elimelech. വാക്കിന്റെ അർത്ഥം Isn't that means ദൈവം എന്റെ രാജാവെന്നാണ്. that God is my king? ഒരു ചെറിയ ക്ഷാമം വന്നപ്പോ, When a small famine came, ചെറിയ പ്രയാസം വന്നപ്പോ, when a small trouble came, താൻ പറഞ്ഞു ഞാൻ മോവാബിലേക്ക് പോകാണ്. he decided to go to Moab. അത് മോവാബിലേക്ക് പോകുവാനിടയായി. And he went to Moab. എന്നാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, And we see സ്തോത്രം, അത് വലിയ പ്രയാസത്തിന് കാരണമായി തീരുവാനിടയായി. and it was a very terrible decision. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ദൈവഹിതപ്രകാരം എടുത്താൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. When we make a decision according with the will of God, it usually turns out as a blessing. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? How many of you understand? തീരുമാനം എടുക്കുമ്പോൾ ദൈവഹിതമാണോ എന്ന് പരിശോധിച്ച് ദൈവഹിതപ്രകാരം മാത്രമേ തീരുമാനം When എടുക്കാവൂ. you make a decision, you should know if it's the will of God or not. ഇതാണ് ഈ വേദഭാഗം നമ്മെ വിളിച്ചറിയിക്കുന്നത്. That's what this chapter shows. എലീമേലെക്ക് അല്പക്ഷാമം വന്നപ്പോൾ എടുത്തൊരു ജമ്പ് ചെയ്തു. Elimelech jumped on his decision to go to Moab. അവർ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരുന്നില്ല. They didn't wait for God's word. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചില്ല. They didn't apply to God's grace. അദ്ദേഹത്തിന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാമായിരുന്നു. He could have looked at God's face. ഒന്നും നോക്കാതെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു. But he didn't make a decision like that. ഈ വേദഭാഗം 2000 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് പകൽ നമ്മോട് സംസാരിക്കുന്ന ഒരു ദൂതുണ്ട്. There is something this chapter calls to. നമുക്ക് നമ്മളെ കയറ്റി പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. There is a God who holds you. എത്ര പേർക്ക് അങ്ങനെ ഉറപ്പുന്ന പകരമുണ്ട്? എന്ത് വിഷയം വന്നാലും ദൈവത്തോടൊന്ന് ആലോചന ചോദിക്കണം. Whatever happens, you should ask God for help. നമുക്ക് ചെയ്യാൻ നമ്മുടെ കുടുംബത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. Yes, you have the independence. ആര് നമ്മുടെ കുടുംബത്തിൽ കയറി സ്തോത്രം ഒരു കാര്യം ഇടപെടുകയില്ല. No one's going to change എന്നാൽ that. ദൈവത്തിന് പ്രിഫറൻസ് കൊടുത്താൽ But you should always give preference. ദൈവം അത് നേരായ പാതയിൽ നമ്മെ കൊണ്ടുവരും. And God will give you the എന്നാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. That's what it shows us. എലിമേലെക്കിന്റെ ആ പോക്ക് വലിയ പ്രയാസത്തിന് കാരണമായി. We see that his decision causes a lot of troubles later on. എന്നാൽ ഇന്ന് പകൽ ദൈവമക്കളായ നമ്മോട് ദൈവം പറയുന്നത്, ദൈവഹിത പ്രകാരം നമ്മൾ ചലിക്കുമ്പോൾ ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കില്ല. എത്ര പേര് without his knowledge. എത്ര പേര് ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ ദൂത് അകത്തൊന്ന് ഗ്രഹിക്കുന്നവരുണ്ട്? ആ ദൈവത്തിന്റെ ആലോചന പ്രകാരം പോകുമ്പോൾ നമ്മുടെ തലയുടെ മുടി പോലും ദൈവം എണ്ണി അറിഞ്ഞിരിക്കുന്നതാണ്. ഇന്നലെ രാത്രി നമ്മൾ വിശ്രമിച്ചു. രാവിലെ നമ്മൾ എഴുന്നേറ്റു. എത്ര മുടി നമ്മുടെ ബെഡ്റൂമിൽ പോയി നമുക്കറിയത്തില്ല. എന്നാൽ എണ്ണി അറിയുന്ന ഒരു വരുന്ന മകനുണ്ട്. ആ കർത്താവ് അറിയാതെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുകയില്ല. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ദൈവത്തോട് നമ്മൾ ആലോചന ചോദിച്ചു പോയാൽ നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് വഴി തുറക്കുന്ന ദൈവമാണ്.
always there with us. ആ തീരുമാനം ഒരു വല്ലാത്ത പ്രയാസത്തിൽ വന്നതായിട്ട് കാണാൻ കഴിയും. And we see Elimelech's decision causes a lot of trouble. നാം രക്ഷിക്കപ്പെട്ട നാളിൽ നമ്മൾ എടുത്ത തീരുമാനം എത്ര ശ്രേഷ്ഠമാണ്. How great is the decision that we made the day that we were saved? ഓർമ്മയുണ്ട്. How many of you remember this? രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു തീരുമാനം നമ്മൾ എടുത്തു. We made a decision the day that we were saved. 1984 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. I was saved in 1984. ഞാനൊരു പാപിയാണെന്ന് എനിക്ക് മനസ്സിലായി. I understood I was a sinner. ഞാൻ എന്റെ പാപം കർത്താവിനോട് ഏറ്റുപറഞ്ഞു. And I confessed my sin to Christ. 1984 എന്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. And I accepted him as my Lord and Savior in 84. അന്ന് തന്നെ ഞാൻ അഭിഷേകം പ്രാപിപ്പാനിടയായി. I was anointed. ആ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനിടയായി. I was baptized. എനിക്കൊരു കാര്യം ബോധ്യമായി. And I understood one thing. യേശു എന്റെ പാപം തീർത്ത ദിവസമാണ്. God took my sins away. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ നമ്മെ നിലനിർത്തുവാനിടയായി തീരും. The decisions we take always have an impact. അതാണ് അവൻ സ്തോത്രം. ഞാൻ അന്നത്തെ നാളെ പാട്ടുകൾ ഓർക്കുന്നുണ്ട്. And that's why I remember those songs. ആ ഭാഗ്യനാൾ ഭാഗ്യനാളെന്ന അന്ന് പാടിയത്. We used to sing a certain എത്ര song. പേർക്ക് പഴയ പാട്ട് ഓർമ്മയുണ്ട്? How many of you remember? ഭാഗ്യനാൾ ഭാഗ്യനാൾ Faithful day. യേശു എന്റെ പാപം തീർത്ത നാൾ. The day that Christ took my sins away. വൻക്രിയ എന്നിൽ നടന്നു. A great mystery happened. കർത്താവ് എന്നെ വിളിച്ചു. Christ called me. ഞാൻ അവന്റെ പിന്നാലെ ചെന്നു. And I went after him. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വഴിയിലെ നല്ല തീരുമാനങ്ങൾ നല്ല അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. Our decisions have an impact and it brings us closer to God. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് We see repeatedly in this chapter. രണ്ടാമത് ദൈവത്തിന്റെ ഒരു തീരുമാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We see a second decision made. രണ്ടാമത്തെ തീരുമാനം എന്താണ്? And what is that? രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Look at the 6th verse of chapter 1. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. രൂത്തിന്റെ യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവർ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. നവോമിയുടെ തീരുമാനമാണ്. And this is the decision of Naomi. കുടുംബത്തിലെ കുടുംബനായികയുടെ തീരുമാനമാണ്. And this is decision of Naomi as we see. ഒന്നാമത്തെ തീരുമാനം എലിമേലെക്കിന്റെ തീരുമാനം. First it was a decision of Elimelech. രണ്ടാമത്തെ തീരുമാനം കുടുംബത്തിലെ കുടുംബനായികയുടെ തീരുമാനം. And second is the decision of Naomi. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു. And God, ബേത്ലഹേമിൽ ഭക്ഷണമുണ്ട്. there's food in Bethlehem. അവർ തിരിച്ചു വരുവാൻ ആഗ്രഹിച്ചു. They decided to return. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. Something we have to be aware of. വാർത്താവിനിമയം ഒന്നുമില്ലാത്ത കാലത്താണ് ഇവർക്ക് ഈ അറിവ് കിട്ടിയത്. Is when there's no news networks that show this ഇന്നത്തെ news. പോലെ വാട്സാപ്പോ ഇന്നത്തെ പോലെ ഒന്നും അറിയിക്കാനുള്ള വിവരങ്ങളൊന്നുമില്ല. There is no technological advances that allow her to see this. ബേത്ലഹേമിൽ കൊയ്ത്ത് നടക്കുകയാണെന്ന് മോവാബിലിരുന്ന നവോമി എങ്ങനെ അറിഞ്ഞു? How did she know that there was a harvest in Bethlehem? അവർക്ക് മനസ്സിലായി, ആത്മാവിൽ മനസ്സിലായി, ദൈവത്തിന്റെ സ്തോത്രം, ബേത്ലഹേമിൽ ഒരു കൊയ്ത്ത് നടക്കുകയാണ്. And she understood that there was harvest. അപ്പൊ ആത്മീയ സന്ദേശം അറിയിക്കേണ്ട സമയത്ത് ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. God always speaks to us. ദൈവത്തിന്റെ സ്തോത്രം. അതാണ് ഇവിടെ നമ്മൾ വിളിച്ചറിയിക്കുന്നത്. That's what we see here. കന്യക സ്തോത്രം മറിയ ഇരുന്ന വീട്ടിനകത്ത് വന്ന ദൂതൻ സംസാരിച്ചത്. The angel of the Lord came to the house of Mary. എത്ര പേര് ഭേദഭാഗം ശ്രദ്ധിക്കുന്നവരുണ്ട്? How many of you have read that? വീടിനകത്ത് വന്ന് ദൂതൻ വന്ന മറിയോട് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. The angel comes inside the house and says, grace be to you. അതേ ദൂതൻ തന്നെ യോസഫിന്റെ അടുക്കൽ ചെന്നും വീട്ടിൽ ചെന്ന് യോസഫിനോട് സംസാരിക്കും. The same angel spoke to Joseph personally. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അറിയിക്കേണ്ട സമയത്ത് ദൈവത്തിന്റെ ആലോചന നമ്മെ അറിയിക്കും. When God wants to let you know something, He will let you know ദൈവത്തിന് ഇന്ന് പകൽ something. ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് നമ്മോട് ഇടപെടും. When God will speak to you through the word when He needs you to. ഈ ആഴ്ചയിൽ ഇടപെടുന്നെങ്കിൽ അന്നേരമായിരിക്കും ദൈവം ഇടപെടുന്നത്. God speaks to us. ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. should always look forward to His. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഒരു അറിവില്ലാത്ത സന്ദർഭത്തിലാണ് അവൾ മനസ്സിലാക്കുന്നത് ബേത്ലഹേമിൽ ഒരു കൊയ്ത്തുണ്ട്. She understands the harvest of Bethlehem when the time is limited. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന സമയമാകുമ്പോൾ ദൈവം നമ്മോട് അറിയിക്കും. God will let us know when things are about to happen. നവോമിക്ക് ഇവിടെ അറിയാൻ യാതൊരു ചാൻസും ഇല്ല. She has no chances here. അവ മോവാബിലായിരിക്കുന്നത്. She's in Moab. ഇത് നടക്കുന്നത് ബേത്ലഹേമിലാണ്. But this is happening in Bethlehem. എന്നാൽ സമയമായപ്പോൾ ദൈവം അന്തരംഗത്തിൽ ഇടപെടുവാനിടയായി. But God speaks to her. അതുകൊണ്ട് അവിടെ തീരുമാനം ദൈവത്തിന്റെ സ്തോത്രം ഒരു അനുഗ്രഹത്തിലേക്ക് വന്നു. And her decision causes a blessing. മൂന്നാമത്തെ അവിടുത്തെ തീരുമാനം നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. The third decision in chapter 1. 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. The 14th verse. ഹല്ലേലൂയ. 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവൾ പിന്നെയും പൊട്ടിക്കരഞ്ഞു. അവൾ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർവ അപായമേ ചുംബിച്ചു പിരിഞ്ഞു.
അണ്ടോ ദൈവത്തിന്റെ സ്തോത്രം ഓർപ്പയുടെ ഒരു തീരുമാനമാണ്. And it's a decision of Orpah. ഞാൻ സംസാരിച്ചു വരുന്നത് ഒരു വീട്ടിലെ അകത്ത് തന്നെ പലരുടെ തീരുമാനമായി പറഞ്ഞു വരുന്നു. I'm going through the list of decisions the family members. ശ്രദ്ധിക്കുന്നവരുണ്ട്. പിതാവിന് ഒരു തീരുമാനം. The father have the decision. ഞാൻ ബൈബിളാണ് സംസാരിക്കുന്നത്. Speaking through the word. ആരും ഭാരപ്പെടണ്ട. പിതാവിന് ഒരു തീരുമാനം. The father had a decision. നവോമി കുടുംബ നായികയ്ക്ക് ഒരു തീരുമാനം. Naomi had a decision. ഇവിടെ ഓർപ്പയ്ക്ക് ഒരു തീരുമാനം. And now we look at Orpah's decision. ഓർപ്പ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പിരിഞ്ഞതാണ് ഇവിടെ ഇരിക്കുന്നത്. She kissed her mother-in-law goodbye. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആ ദൈവപ്രവൃത്തിയെ ആമേൻ ഹല്ലേലൂയ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ. She is someone who could not go forward to what she knew. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. And that's what we see. നല്ല തീരുമാനമുള്ള സഹോദരിയായിരുന്നു. She had a good decision. എന്നാൽ കുറച്ച് വന്നപ്പോൾ തീരുമാനം നിർത്താൻ ആഗ്രഹിക്കുക. But she decides to leave it behind. ഇതെന്ന് പറഞ്ഞാൽ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു ആലോചനയുണ്ട്. There's something it shows. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ എടുക്കുന്ന തീരുമാനം അല്പം കഴിയുമ്പോൾ അയയാൻ ഇടവരുന്നത്. Don't change the decision. എത്ര നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ദൂത് മനസ്സിലായി. ചിലരൊക്കെ ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. There are people who take certain resolutions. എന്നാൽ ഇവിടെ ഓർപ്പ തീരുമാനത്തിന്റെ പകുതി വന്നപ്പോൾ ഇട്ടിട്ട് പോക്കളഞ്ഞു. But she removes her resolution. എന്താ തീരുമാനം എടുത്തത്? What did she take as a resolution? അവർക്ക് ബേഥലഹേമിൽ വരാൻ വയ്യ. She doesn't want to go to Bethlehem. മോവാബിൽ തന്നെ കഴിയാനാണ് താല്പര്യം. She wants to live in Moab. നല്ല തീരുമാനത്തിലാണ് ആ കുടുംബത്തിൽ വന്നത്. And it's a good decision that she എന്നാൽ took. തീരുമാനത്തിന്റെ ഇടയ്ക്ക് വെച്ച് ആ തീരുമാനത്തെ അവൻ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. However, in the middle, she did not go forward. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിലേക്ക് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ When we travel in our ഇടയ്ക്ക് വെച്ച് ആമേൻ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കുന്ന ആമേൻ വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ നടുവിൽ ഉറച്ചു നിൽക്കുന്ന stand steadfast in the word of God when trials shake. ആ കൃപയിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്താൻ വരുന്ന അന്ധകാര ശക്തി ചെയ്യുന്നവരെ നമ്മൾ ജയിക്കണം. We need to be victorious over the devil who tries to tempt us. എത്ര പേർക്ക് ഇന്ന് പറയാമെന്ന് പറയാൻ കഴിയും. How many of you can say that? ആ ഓർപ്പയുടെ ജീവിതം ഞങ്ങളെ ഇന്ന് പകൽ വിളിച്ചറിയിക്കുന്ന ഒരു ദൂതുണ്ട്. There is something that we learn from Orpah. ആ പകുതിക്ക് വന്നിട്ട് ഞങ്ങൾ ആരും ഇട്ടിട്ട് പോകുന്നവരല്ല. ഞങ്ങൾ ഓർപ്പയുടെ കൂട്ടത്തിലുള്ളവരല്ല. ഞങ്ങൾ ഇന്ന് പകൽ വിശ്വാസത്തിന്റെ മുന്നോട്ട് കാലെത്തുന്നവരാണ്. എന്റെ 28 വർഷത്തെ അനുഭവങ്ങളിൽ എനിക്ക് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. 18 വർഷത്തെ ഇന്ത്യയിലെ ശുശ്രൂഷയിലും 18 years in India, 10 വർഷത്തെ ഈ രാജ്യത്തെ ശുശ്രൂഷയിലും and 10 years here, അനേകരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. I have understood a lot of different characters. നല്ലൊരു ശതമാനം പ്രതികൂലങ്ങളിൽ ചാടിക്കടന്നവരാണ്. പ്രതികൂലങ്ങൾ മാറ്റി വെട്ടി വന്നവരാണ്. ചിലരൊക്കെ പ്രതികൂലങ്ങളുടെ നടുവിൽ പതുങ്ങിപ്പോയവരാണ്. എന്നാൽ പ്രതികൂലങ്ങളെ ജമ്പ് ചെയ്ത ഭൂമി വരുന്നവരെ ഒന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഈ കുടുംബത്തിൽ തന്നെ പലർക്കും പല തീരുമാനമാണ്. ഇതുപോലെ രൂത്തിന്റെ പുസ്തകം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ദൂതുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. എത്ര പേര് ഇതുപോലെ വചനം വിശ്വസിക്കുന്നവരുണ്ട്? ദൈവത്തിന്റെ വചനം മാർഗോട് ചേർത്തെടുക്കുന്ന എത്ര പേര് രൂത്തിന്റെ പുസ്തകം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ആലോചനയുണ്ട്. പകുതിക്ക് വന്ന് നിർത്തുന്നവരല്ല. പകുതിക്ക് വെച്ച് വിശ്വാസം തകർക്കുന്നവരല്ല. വിശ്വാസത്തിന്റെ ആമിൻ ഓട്ടത്തിന് ആമിൻ സ്തോത്രം ആമിൻ അത് ഉടച്ചു കളയുന്നവരല്ല. ആ കൃപയിൽ മുന്നേറുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. മുന്നേറുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അങ്ങനെ മുന്നേറുന്നവർക്ക് ചിലരോടൊക്കെ പറയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ മുന്നേറുന്നവർക്ക് പറയാൻ ഒരു ദൂതുണ്ട്. ഞങ്ങൾ പോകുന്ന വേദനകേമിലേക്കാണ്. എത്ര പേർക്ക് ദിവസങ്ങളിൽ പറയാൻ കഴിയും? നിങ്ങളോടൊപ്പമുള്ള പലരോട് നിങ്ങൾക്ക് പറയാൻ കഴിയും. ചിലരോടൊക്കെ ചിലർ പറയാൻ പോകുകയാണ്. ചിലരോടൊക്കെ ചിലരുടെ ഹൃദയത്തിൽ പറയാൻ പോകുകയാണ്. ഞങ്ങൾ വേദനകേമിലെത്തി. ഞങ്ങൾ കൊയ്ത്തിന്റെ അടുക്കിലേക്ക് എത്തി. ഞങ്ങൾക്ക് വരുന്നോട് ചിലരെ വിളിച്ചുകൊണ്ട് വരാൻ പോകുകയാണ്. അങ്ങനെ ചിലരെ ദൈവം വിടുതലിക്കാൻ പോകുകയാണ്. ആ ചിലരെയൊക്കെ ഈ കൊയ്ത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ആ ചിലരെയൊക്കെ ആമേൻ മോവാബിന്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്നത് ദൈവാത്മാവ് കാണുന്നുണ്ട്. ആ കാരണം മോവാബിൽ കിടന്ന്
It's not to suffer with the Moabites, but to come to the harvest of Bethlehem, to come to the house of bread. It's not just for us, it's a lot more. There's a lot more. It's not just for us. There are a lot more people. There are a lot more people. Come close to it. You don't see bows in the field. But you see him in the field. He's looking at ശരിയായ സ്ഥലമാണ്. ദൈവവചനത്തിലെ വയലിൽ ഇറങ്ങുന്നവർക്ക് സന്തോഷമുണ്ട്. ആത്മീയ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. കർത്താവിന്റെ ഉത്സാഹികളായിരിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. ഓർമ്മയുടെ വാക്കൊന്നും കേട്ടാൽ അവർ ചുരുങ്ങി പോകത്തില്ല. രൂത്തിൽ ഇനി എന്തെല്ലാം കൊടുക്കാന്ന് പറഞ്ഞാൽ ഓർമ്മയുടെ വാക്കിന് പോലെ നിൽക്കത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേര് അറിവിലുണ്ട്? അവർ ഒരു വേണ്ടി താമസിച്ചവരാണ്. കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ആത്മീയ വിഷയത്തിൽ അവർക്കൊരു തീരുമാനമുണ്ട്. ദൈവത്തിന്റെ വൈദ്യുതി നീ ആത്മീയ വിഷയത്തിൽ തീരുമാനത്തിൽ ഉറക്കെ വിടുതലിന്റെ പക്കലുണ്ട്. ആ രൂത്ത് എടുത്ത തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം ഓർപ്പയുടെ തീരുമാനത്തിൽ വ്യത്യസ്തമായ തീരുമാനം. അപ്പോൾ അവർ ഓർപ്പ കൂട്ടായ്മയുടെ പകുതിയിൽ നിൽക്കുകയാണ്. വിശ്വാസത്തിന്റെ പകുതിയിൽ നിൽക്കുകയാണ്. ആ കൃപയുടെ പകുതിയിൽ നിൽക്കുകയാണ്. ദൂരത്ര പേർക്ക് നമുക്ക് മനസ്സിലാക്കാം. മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാൻ കഴിയുന്നില്ല. പകുതിക്ക് നിൽക്കുകയാണ്. എന്നാൽ ആ വീട്ടിൽ വേറൊരാളുണ്ട്. ആ പകുതിക്ക് നിൽക്കുന്ന ആളല്ല. മുന്നോട്ട് തീരുമാനമെടുക്കുക. ഒരു തീരുമാനമെടുക്കുക. അവർ പറയുന്ന ഒരു ദൂതുണ്ട്. അവരുടെ കയ്യിലൊരു തീരുമാനമുണ്ട്. ആ എലിമേലെക്കിന്റെ തീരുമാനമല്ല. ആ ഓർപ്പയുടെ തീരുമാനമല്ല. അവർ നവോമിയോട് പറയുകയാണ്, നീ പോരുന്നിടത്ത് ഞാനും പോരും. നീ പോരുന്നിടത്ത് ഞാനും പോരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം. ദൈവസന്നിധി ഉള്ളിടത്ത് നിൽക്കുന്നവരെയോ കർത്താവിനെ സ്തുതിക്കുക. ആ കൊയ്ത്തിലേക്കോട് വരികയാണ്. കൊയ്ത്ത് വന്നപ്പോൾ തന്നെ അവിടെ ഒരു കതിര് കണ്ടു. ആ കതിര് അവിടെ പിടിക്കാൻ ഇടയാണ്. ഈ ദിവസത്തിൽ ചില കതിരുകൾ പിടിക്കാൻ ഇടയാണ്. വിശ്വസിക്കുന്നവരുണ്ട്. ആ ചില കതിരുകളെ പിടിക്കുന്ന ദിവസങ്ങളാകട്ടെ. നന്മകളെ പിടിക്കുന്ന ദിവസങ്ങളാകട്ടെ. നന്മകളെ അവകാശമാക്കുന്ന ദിവസങ്ങളാകട്ടെ. പീഡിപ്പിക്കുന്ന ശക്തികൾ അഴിഞ്ഞു പോകുക. പീഡിതന ദൈവം ഒരു അഭയസ്ഥാനം. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ദൈവം പീഡിതന ഒരു അഭയസ്ഥാനമാണ്. സങ്കടങ്ങളിൽ നല്ല തുണയായിട്ട് വരിക. പീഡിപ്പിക്കുന്ന ജനത്തിനൊരു ആശ്വാസം പകരാൻ പോകുകയാണ്. അവൻ പീഡ അനുഭവിക്കുന്ന ആരോടും ദൈവാത്മാവിനോട് ഇടപെടുക. ആ പീഡിതന ദൈവം ഒരു അഭയസ്ഥാനം തരാൻ പോകുകയാണ്. പീഡിപ്പിക്കുന്നതോട് ജനം വർദ്ധിക്കും. എത്ര പേർ വിശ്വസിക്കുന്നവരുണ്ട്? പീഡിപ്പിക്കുന്നതോട് ജനം വർദ്ധിക്കും. ഈജിപ്തിലെ ഫറവോൻ പീഡിപ്പിക്കുന്നതോ ജനം വർദ്ധിച്ചു വരാനിടയാണ്. ചില അന്ധകാര ശക്തി അഴിഞ്ഞു മാറാൻ പോകുകയാണ്. ചില പ്രതികൂലങ്ങൾ മാറാൻ പോകുകയാണ്. പീഡകളെ ദൈവം മാറ്റാൻ പോകുകയാണ്. നിനക്കൊരു സ്ഥാനം ദൈവം ഒരുക്കി
സാക്ഷ്യങ്ങളെ ശത്രു തരിക എന്ന് പറയുന്നത് ദൈവം തരുന്ന വാസനകളാണ്. ഒരു കൊയ്ത്ത് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഒരു വരൾച്ച ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരു കൊയ്ത്ത് ആരംഭിച്ച് കഴിഞ്ഞു. വീടുതനൊരഭയസ്ഥാനം സങ്കടങ്ങളിൽ നൽകുന്ന നീ. കൊണ്ടെത്തിക്കുന്ന ദിവസത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. യഹോവയുടെ ആരംഭത്തിൽ ഹല്ലേലൂയ രൂത്ത് ബേത്ലഹേമിൽ എത്തിയതുപോലെ പ്രതിസന്ധികളെ താണ്ടി ആമേൻ കടമ്പുകളെ താണ്ടി പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് അവൾ ഒരു അഭയസ്ഥാനത്തിൽ എത്തിച്ചേർന്നതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് ചില ജീവിതങ്ങൾ ആമേൻ ഈ നാളുകൾ വിടുതൽ പ്രാപിച്ചു ആമേൻ ഒരു അഭയസ്ഥാനത്തിലേക്ക് സ്തോത്രം എല്ലാവർക്കും സ്തോത്രം ചെയ്യാൻ കഴിയും. ഒരു അഭയസ്ഥാനത്തിലേക്ക് ഒരു ദൈവപ്രവൃത്തിയിലേക്ക്
അനുഗ്രഹത്തോടെ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള